ഒരു നല്ലൊരു പേരിട്ടിരിക്കുന്നു. ആ പേര് തിമിർപ്പ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമൊന്ന് പറയാമോ? പറയുന്നവരൊന്ന് കൈവയ്ക്കുക, അറിയാവുന്നവർ. കോഡ്ലെസ് നോക്കി, കോഡ്ലെസ് ഇല്ല, ഒരു കോഡ്ലെസ് തരാം. നമുക്ക് ഇത് തുടങ്ങാം. നമുക്കറിയാലോ, അത് നമ്മൾ വേദിയിൽ വ്യത്യസ്ത രീതിയിലുള്ള പാട്ടുകൾ പാടുന്നു, വ്യത്യസ്ത രീതിയിലുള്ള വാദ്യങ്ങൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്ത രീതിയിലുള്ള പല പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലുള്ള പാട്ടുകൾ നമ്മൾ ശേഖരിച്ച് പാടുന്നു. അപ്പോൾ ഇവിടെ പാട്ടുകൊട്ട് ആട്ടമര്യാദകൾ ഇവിടെയുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, തിമിർപ്പ് എന്ന വാക്ക് നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായിട്ടും തിമിർപ്പ് എന്നൊരു വാക്ക് എപ്പോഴെങ്കിലും അപ്പോൾ തിമിർപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്താണ് തിമിർപ്പ്? ഇപ്പോൾ നമ്മൾ മഴ തിമിർത്ത് പെയ്യുന്നു എന്ന് പറയാനുണ്ട്. മഴ തിമിർത്ത് പെയ്യുന്നു, അങ്ങോട്ട് തിമിർക്കട്ടെ, അങ്ങോട്ട് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഉപയോഗിക്കാറുണ്ടോ? അപ്പോൾ തിമിർപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരർത്ഥം അഹങ്കാരം എന്നുള്ള അർത്ഥമാണ്. അത് ഇവിടെ ഈ വേദിക്ക് അത് യോജിക്കുന്നില്ല. നേരെ മറിച്ച് മറ്റൊരർത്ഥം സന്തോഷത്തോടു കൂടിയുള്ള ചാടിക്കളി, അതാണ് മറ്റൊരർത്ഥം. സന്തോഷത്തോടെ ചാടിക്കളിക്കുക. ഈ വേദിയുമായി ബന്ധപ്പെട്ട് ആ അർത്ഥം നമുക്ക് എടുക്കാം. സന്തോഷത്തെ ചാടിക്കളിക്കാൻ വേണ്ടിയുള്ള പാട്ട് പാടാനും ആട്ടം കാണാനും കൂടെ പാടാനുമുള്ള ഒരു വേദിയാണ്. അപ്പോൾ തിമിർപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്, അഹങ്കരിക്കുക, അഹങ്കാരം, അല്ലെങ്കിൽ ഇതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇത് നമുക്ക് ഇന്നത്തെ ഈ വേദിക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഒരു വർത്തമാനമാവട്ടെ. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഇവിടെ വിഷയം നമുക്ക് അറിയാം, നാട്ടുസംഗീതത്തിൻ്റെ. അപ്പോൾ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. നമ്മൾ എന്താണ്, നേരെ വരാം. ഫോക്ലോർ എന്ന് പറയുമ്പോൾ എന്താണ് ഫോക്ലോർ? നാടോടി വിജ്ഞാനം. എങ്ങനെയാണ് ആ പേര് വരാൻ കാരണം? അല്ലെ അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അതിനോടനുബന്ധിച്ചുള്ള ഘടകങ്ങൾ ഏതെല്ലാമാണ്? അത് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം നമ്മൾ കടന്നുപോയി. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും നാടൻ പാട്ടുകാർക്ക്, ഒരാളെയും ഞാൻ എഴുതി പറയുന്നതല്ല, ബിജു പറഞ്ഞ മാതിരി, അതായത് അറിവുകളുടെ ഒരു കാലഘട്ടമുണ്ട്. അത് നമുക്ക് മനസ്സും ശരീരവും ഊർജ്ജമൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് നമ്മൾ പഠിക്കാനും നാടൻ പാട്ട് ശേഖരിക്കാനും ഇതെന്താണെന്ന് തിരിച്ചറിയുള്ള ഒരു വർത്തമാനം, ഒരു സഞ്ചാരം. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. അത് എത്ര പേര് മാറ്റിവെക്കുന്നു നമുക്ക് പലപ്പോഴും പല പേരിൽ നമുക്ക് അറിയപ്പെട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ കൂടിയും നമുക്ക് ചിലത് ചെയ്യാനുണ്ട്, ചിലത് വർത്തമാനിക്കാനുണ്ട്, ചിലത് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ചിലത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇതെല്ലാം നടക്കും. കാരണം ഒരു എക്കണോമിക്സ് പഠിക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം വാട്ട് ഈസ് എക്കോണമിക്സ്, സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് എക്കണോമിക്സ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയും. മനുഷ്യൻ്റെ പെരുമാറ്റച്ചട്ടങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് ഇക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഉൽപ്പാദനം ആർക്ക് വേണ്ടി എന്ന തത്വസംഹിത കൃത്യമായിട്ട് നമ്മൾ ഒന്ന് എത്തി നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നാടൻ പാട്ടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അതിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ചില കാര്യങ്ങളിലൂടെ ഞാൻ ചുരുക്കി പറയാം. ഇത്ര ഉള്ളൂ. ഫോക്ക് എന്ന് പറയുമ്പോൾ FOLK ഫോക്ക്, പീപ്പിൾ ജനങ്ങൾ എന്നാണ് അർത്ഥം. LORE ലോർ, നോളജ് അറിവ് എന്നതാണ്. ഈ രണ്ട് പദങ്ങൾ ജർമ്മൻ പദവും ഇംഗ്ലീഷ് പദവും കൂടിച്ചേർന്ന 1846 അതിൻ്റെ വാക്ക് കൃത്യമായിട്ടും പ്രചരിച്ചത്. അന്നു മുതലാണ്. അത് ഇംഗ്ലീഷുകാരനായ വില്യം ജോൺ ടോംസ്, ഇംഗ്ലീഷുകാരൻ അഗ്നീനിയം എന്ന പത്രാധിപർക്ക് ഒരു നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ പാരമ്പര്യ കലകളെ, അറിവുകളെ, ആട്ടങ്ങളെ, പാട്ടങ്ങളെ കൃത്യമായിട്ടും പിടിക്കേണ്ട ഒരു കാലഘട്ടം കടന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഫോക്ലോർ എന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് അദ്ദേഹമാണ്.
പോലീസുകാരനായ വില്യം ജോൺ തോമസ്. അന്ന് മുതലാണ് ഫോക്ലോർ എന്ന് നമ്മൾ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് അമേരിക്കൻ പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള ഒട്ടനവധി റിച്ചാർഡ്സൊക്കെ പറഞ്ഞതാണ്. അതിനെ നമ്മൾ ഫോക്ക് ലൈഫ് എന്നാണ് ആദ്യമേ പറഞ്ഞത്. ഫോക്ക് ലൈഫ്, നാടോടി ജീവിതം അല്ലെങ്കിൽ ജീവിക എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഫോക്ലോർ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് പോലും ഫോക്ലോറാണെന്ന് പറയുന്നത്. ഫോക്ലോറാണ്. മധുരാവിധി ചിത്രീകരിച്ച് വഞ്ചിനാട്ടിലെത്തിയ കണ്ണായിക്ക് ഇരിപ്പിടം നൽകി ഇവിടുത്തെ നാടോടി കൈവേലക്കാരാണ്. ആ നാടോടി കൈവേലക്കാരൻ പറയുന്ന പേരാണ് ഐങ്കുടി കമ്മാളം. കേരളത്തിലെ ഐങ്കുടി കമ്മാളം എന്ന് പറഞ്ഞാൽ ആരെല്ലാമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആശാരി, മൂശാരി, തട്ടാൻ, കൊല്ലൻ, കല്ലൻ, ഇവർക്കെല്ലാവർക്കും ഒരു നാടോടി കൈവേലകളുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓരോ ജാതി സമുദായ വിഭാഗങ്ങൾക്കും ഓരോ നാടോടി സംസ്കാരമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാട്ടുകളുണ്ട്, കളികളുണ്ട്, നൃത്തരൂപങ്ങളുണ്ട്, നാടോടി കൈവേലകളുണ്ട്, നാടോടി വാദ്യങ്ങളുമുണ്ട്. കേരളത്തിലെ 100ഓളം വാദ്യങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ മലപ്പുറം ചെയ്യാൻ വന്ന ആളുകളുണ്ട്. അവരുടെ കൃത്യമായിട്ട് തനതായ രീതിയിലുള്ള വാദ്യങ്ങളുണ്ട്. അപ്പോൾ ഈ വാദ്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള